നമസ്കാരം. മിഡ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സമവായത്തിലെത്താനാകാതെ DCC പുനഃസംഘടന. ഹൈക്കമാൻഡുമായി കെ സുധാകരന്റെ നിർണായക കൂടിക്കാഴ്ച ഇന്ന്. എറണാകുളം DCC ഓഫീസിന് മുൻപിൽ VD സതീശനെതിരെ പോസ്റ്ററുകൾ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന അഭിനവ തുഗ്ലക്കാണ് സതീശൻ എന്ന് പോസ്റ്റർ. മുട്ടിൽ മരം മുറി കേസിൽ തെറ്റായി ഇടപെട്ടത് ആരായാലും നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അന്വേഷണത്തിൽ ഒരു തരത്തിലും സർക്കാർ ഇടപെടില്ലെന്ന് മന്ത്രി. കുണ്ടറ പരാതിയിൽ മന്ത്രി AK ശശീന്ദ്രനെതിരെ കേസെടുക്കാനാകില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനം. വ്യാപക പരിശോധന. വാക്സിനേഷൻ കൂട്ടിയില്ലെങ്കിൽ രാജ്യത്ത് മൂന്നാം തരംഗം രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ നിന്നുള്ളവർക്ക് കർണാടകയിൽ 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ. തൃക്കാക്കര നഗരസഭയിൽ വിജിലൻസ് പരിശോധന. പണക്കിഴി വിവാദത്തിൽ നഗരസഭാ അധ്യക്ഷയെ വെള്ളപൂശി കോൺഗ്രസ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. തൃക്കാക്കരയിൽ DYFIയുടെ പ്രതിഷേധം. നോക്കാം വിശദമായി. അഫ്ഗാൻ പൗരന്മാർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കണമെങ്കിൽ വിസ നിർബന്ധം. ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് നിർദ്ദേശം. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ദില്ലിയിൽ നിന്നും ചേരുന്നു. വിഷ്ണു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളുടെ പ്രവാഹം വിവിധ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യയിലേക്കും നിരവധി ആളുകൾ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തുന്നതും നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിലാണോ അഫ്ഗാനികൾക്ക് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഇനി മുതൽ വിസ നിർബന്ധമാണെന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്? മനു, പ്രധാനമായും ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ഒരു പലായനം തന്നെ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ആഭ്യന്തര സുരക്ഷ കൂടി മുൻനിർത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിസയ്ക്ക് പുതിയ നയങ്ങൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 17-ാം തീയതി തന്നെ ഇക്കാര്യത്തിൽ ഈ വിസ നയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന സൂചനകൾ വന്നിരുന്നു. ഈ വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഏറെ വ്യത്യാസമായിട്ടുള്ളത് നിലവിലുള്ള വിസ അംഗീകരിച്ച വിസകൾക്ക് മാറ്റം ഉണ്ടാകില്ല എന്നായിരുന്നു അപ്പോൾ ലഭിച്ച സൂചന. എന്നാൽ ഇപ്പോൾ പുതിയ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ഈ വിസ പുറപ്പെടുവിക്കുകയും ഈ വിസ ഉള്ളവർക്ക് മാത്രം ഇന്ത്യയിലേക്ക് എത്താൻ കഴിയും എന്ന ഒരു നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുവരെ നൽകിയിട്ടുള്ള വിസ അനുമതികളെല്ലാം തന്നെ റദ്ദ് ചെയ്യുകയാണ്. ഇന്ത്യയിലേക്ക് വിസ ലഭിച്ച് ഇന്ത്യയിലില്ലാത്ത പുറത്തുള്ള ആളുകൾക്ക് ഇനി എത്താൻ കഴിയില്ല. മറിച്ച് ഈ എമർജൻസി വിസ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഈ വിസ തന്നെ വേണം ഇനി ഇന്ത്യയിലേക്ക് എത്തുന്നതെന്ന്. ഇത് അഭയാർത്ഥികളുടെ ഒരു പ്രവാഹം അല്ലെങ്കിൽ ഇത്തരത്തിൽ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്കുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് ഏറെ തടസ്സമാകും. മറ്റൊന്ന്, താലിബാനും ഈ വിഷയത്തിൽ അഫ്ഗാൻ പൗരന്മാരോട് രാജ്യം വിടരുത് എന്ന് ആവർത്തിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹം ഇപ്പോഴും ജനങ്ങൾക്കും അതുപോലെ ഈ താലിബാൻ ഭരണകൂടത്തിനും ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ജനങ്ങൾ രാജ്യം വിടരുത്, ഇവിടെ പ്രശ്നങ്ങളില്ല എന്ന് താലിബാൻ ആവർത്തിച്ച് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ സ്വീകരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അവിടുത്തെ ആളുകൾക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിന് ഇനി കടമ്പകൾ ഏറെയാകും. വരും. ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. ഇനി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർക്ക് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഈ വിസ നിർബന്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കോൺഗ്രസിന്റെ DCC സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു സമവായവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. DCC അധ്യക്ഷന്മാരുടെ പട്ടികയുമായി കെ സുധാകരൻ ഇപ്പോൾ ദില്ലിയിലുണ്ട്. KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തും. താരിഖ് അൻവറിനെയും കാണും എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതേസമയം തങ്ങളെ പരിഗണിക്കാത്ത ഒരു നിലപാടിനും അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിനും വഴങ്ങേണ്ടതില്ല എന്ന രീതിയിലേക്ക് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങൾ നൽകാനായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും ചേരുന്നു. വിഷ്ണു, അതായത് ഈ DCC പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ട് കുറെ അധികം ദിവസങ്ങളായി. വലിയ പ്രതിസന്ധികൾ, പൊട്ടിത്തെറികൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉരുണ്ടുകൂടുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ വരും ദിവസങ്ങളിൽ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറയുമ്പോഴും ഈ നിമിഷം വരെയും ഒരു കൃത്യമായ സമവായത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മനു, DCC അധ്യക്ഷ പട്ടികയെ സംബന്ധിച്ച് വലിയ തലത്തിലുള്ള അനിശ്ചിതത്വം തന്നെയാണ് കോൺഗ്രസിൽ തുടരുന്നത്. കഴിഞ്ഞ
ദിവസം, അതായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കെ സുധാകരൻ വീണ്ടും ദില്ലിയിലേക്ക് എത്തിയത്. ആദ്യം സമർപ്പിച്ച പട്ടിക മാറ്റി പുതിയ ഒരു ചുരുക്കപ്പട്ടികയും കൊണ്ടാണ് കെ സുധാകരൻ എത്തിയതെങ്കിലും ഇപ്പോഴും ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ പല ജില്ലകളിലും ഒറ്റ പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകൾ, അതായത് കൊല്ലം, പാലക്കാട്, തൃശ്ശൂര്, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഇപ്പോഴും ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാതെ വലിയ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത്. അതിനിടയിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശമുണ്ട്. അപ്പോൾ ഈ ഒരു സ്ത്രീ പ്രാതിനിധ്യം എവിടെ നൽകണമെന്ന കാര്യത്തിലും ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ തൃശ്ശൂർ പത്മജ വേണുഗോപാലിന്റെ പേര് അന്തിമമായി ഒരു പരിഗണനയിലേക്ക് വന്നെങ്കിൽ പോലും പത്മജ വേണുഗോപാൽ ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തില്ല എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് KPCCക്ക് അനിവാര്യമാണ്. അതിന്മേലുള്ള ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു പട്ടികയാണ് ഹൈക്കമാൻഡിന് കൈമാറുന്നതെങ്കിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ KPCCക്ക് നേരിടേണ്ടി വരും. കാരണം ഹൈക്കമാൻഡ് വലിയ അതൃപ്തിയാണ് ഇപ്പോൾ KPCC നടപടികളോട് കാട്ടുന്നത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും വലിയ തലത്തിലുള്ള എതിർപ്പുകൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും നോമിനികളെ പോലും വെട്ടിക്കളയുകയും പിന്നീട് KP വേണുഗോപാൽ, കെ സുധാകരൻ, VD സതീശൻ ഈ മൂന്ന് പേരുടെയും നോമിനികളെ വെച്ചുകൊണ്ടുള്ള പട്ടിക തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും വലിയ എതിർപ്പ് ഹൈക്കമാൻഡിനെ നേരിട്ട് വിളിച്ച് അറിയിക്കുകയും ചെയ്തത്. നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ വളരെ വലിയ തർക്കങ്ങൾ 7ഓളം ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ആ തർക്കങ്ങൾ അവഗണിച്ചുകൊണ്ട് ഈ AI ഗ്രൂപ്പുകളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഒരു പട്ടിക തന്നെ പ്രഖ്യാപിച്ചാൽ പോലും വലിയ പൊട്ടിത്തെറിയിലേക്കായിരിക്കും നീങ്ങുക. കാരണം ഗ്രൂപ്പുകൾ ഇതിനോടകം തന്നെ ആഹ്വാനം നടത്തിയിരിക്കുന്നത് പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ട് പിന്നാലെ തന്നെ പാർട്ടിക്കകത്ത് കലാപം ഉണ്ടാക്കാനുള്ള ആഹ്വാനം വരെ നൽകിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താതെ ചർച്ചകൾ നീണ്ടുപോകുന്നത്. മനു, ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്. ഏതായാലും ദില്ലിയിൽ ഈ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഇതിലൊന്നും ഒരു കൃത്യമായ സമവായത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നാണ് ഈ നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം തന്നെ ഈ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സൈബർ യുദ്ധങ്ങളും ഒപ്പം തന്നെ പോസ്റ്റർ യുദ്ധങ്ങളും കോൺഗ്രസിൽ തുടരുകയാണ്. VD സതീശനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതാണ് ഇന്ന് രാവിലെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പുതിയ ഡെവലപ്മെന്റ്സ്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നമ്മൾ കണ്ടത് എറണാകുളം DCC ഓഫീസിന് സമീപത്താണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ പോസ്റ്ററുകളിൽ പറയുന്നത് VD സതീശൻ അഭിനവ തുഗ്ലക്കാണ്, ഒപ്പം തന്നെ ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ്, മുതിർന്ന നേതാക്കളെ അവഗണിക്കുകയും ചെയ്യുന്നുവെന്നാണ് പോസ്റ്ററിൽ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. DCC അധ്യക്ഷ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ സതീശൻ ഒതുക്കിയെന്നും ഗ്രൂപ്പില്ലെന്ന് കള്ളം പറഞ്ഞ് പുതിയ ഗ്രൂപ്പുണ്ടാക്കുന്ന സതീശനെ തിരിച്ചറിയണമെന്നും പോസ്റ്ററിലുണ്ട്. രക്ഷകന്റെ മുഖംമൂടിയണിഞ്ഞെത്തിയ സതീശൻ പുതിയ ഗ്രൂപ്പുണ്ടാക്കി കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ്. സതീശനെ അഭിനവ തുഗ്ലക് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്റർ. ജില്ലയിൽ കോൺഗ്രസ് സീറ്റുകൾ നഷ്ടപ്പെട്ടാലും തൻ്റെ ഗ്രൂപ്പുകാരൻ തന്നെ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ആകണമെന്നുള്ള പിടിവാശി സതീശൻ അവസാനിപ്പിക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നുണ്ട്. എറണാകുളം DCC ഓഫീസിൻ്റെ മതിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് പോസ്റ്ററുകൾ. ജില്ലയിൽ VD സതീശൻ്റെ അടുപ്പക്കാരനായ മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് ആയേക്കുമെന്ന് സൂചന പുറത്തുവരുന്നതിനിടയിലാണ് പോസ്റ്റർ പ്രതിഷേധം. കൈരളി ന്യൂസ്, കൊച്ചി. വാർത്തകളിലേക്ക് വേഗം തിരികെ എത്താം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. കുണ്ടറ പരാതിയിൽ മന്ത്രി AK ശശീന്ദ്രനെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. പീഡന പരാതി പിൻവലിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല. വിഷയം നല്ല രീതിയിൽ പരിഹരിക്കണം എന്നത് മാത്രമാണ് മന്ത്രി പറഞ്ഞത്. ഇരയുടെ പേരോ ഇരയ്ക്കെതിരായ പരാമർശമോ മന്ത്രിയുടെ സംഭാഷണത്തിലില്ലെന്നും റിപ്പോർട്ട്. വിവരങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്നും ചേരുന്നു. രാജ്കുമാർ, ഈ AK ശശീന്ദ്രനെതിരായ ഈ വിഷയത്തിൽ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ കഴിഞ്ഞ മാസം, അതായത് 7-ാം മാസം 4-ാം തീയതിയാണ് ഈ പറയുന്ന സംഭവത്തിനാസ്പദമായ ആരോപണങ്ങൾ നടന്നത്. മന്ത്രി AK ശശീന്ദ്രൻ ഇരയുടെ പിതാവിനെ വിളിച്ച് കേസ് ഒത്തുതീർപ്പാക്കണം, കേസിൽ നിന്ന് പിന്മാറണം, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ച് പരാതി നൽകിയത്. ഒരു അഡ്വക്കേറ്റാണ്, ഒരു വക്കീലാണ് പോലീസിന് പരാതി നൽകിയത്.
ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെല്ലാം വാർത്ത കൊടുത്തു, അതിന്റെ രീതിക്ക് മുന്നോട്ട് പോയി. പക്ഷേ ഈ പോലീസ് ഇതിന്റെ സംഭാഷണങ്ങൾ, ഈ ഓഡിയോ ശകലം പരിശോധിച്ചതിൽ ഒരിടത്ത് പോലും മന്ത്രി ഭീഷണിപ്പെടുത്തുന്നതോ ഇരയുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലോ അങ്ങനെ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതങ്ങനെ അവരെ ആ ശബ്ദശകലം ഈ ഇരയെയും അതുപോലെ ഇരയുടെ പിതാവിനെയും പോലീസ് കേൾപ്പിക്കുക, അവരുടെ സാന്നിധ്യത്തിൽ കേൾപ്പിച്ചാണ് അവരുടെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് മാത്രമല്ല, ഇതിൽ മലയാളം നിഘണ്ടുവിലും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും ഇതിൽ അങ്ങനെ പദപ്രയോഗങ്ങൾ മന്ത്രി നടത്തിയിട്ടില്ല എന്നുള്ള നിയമോപദേശവും കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം പൂർത്തീകരിച്ച് ശാസ്താംകോട്ട ഡിവൈഎസ്പി രാജ്കുമാർ പുരുഷോത്തമൻ ഇപ്പോൾ റിപ്പോർട്ട് മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം തന്നെ ഇന്ന് പ്രധാനമായി ഉയർന്നു വന്ന മറ്റൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. ഈ വിഷയത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള തെറ്റായ ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ഈ വിഷയത്തിൽ വനം വകുപ്പിന്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ആരൊക്കെയാണ് ഈ പ്രശ്നത്തിൽ തെറ്റായ രീതിയിൽ ഇടപെട്ടിട്ടുള്ളത്, അതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന ശുപാർശക്കനുസരിച്ചാണ് ഞങ്ങൾ ഓരോ നടപടിയും സ്വീകരിക്കുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ അങ്ങോട്ട് ഇടപെടുന്ന ഒരു പ്രശ്നം മരമുറിയുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസ് വകുപ്പ് മാത്രം അന്വേഷിച്ചാൽ പോരാന്ന് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം ഇതിൽ ക്രിമിനൽ കുറ്റങ്ങൾ സൂചിപ്പിച്ചതുപോലെ ക്രിമിനൽ കുറ്റമുണ്ട്, ഗൂഢാലയുണ്ട് എന്നൊക്കെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ വനം വകുപ്പിന് അന്വേഷിക്കാൻ പറ്റില്ല, ക്രൈംബ്രാഞ്ചിനും വിജിലൻസിനും മാത്രമേ അത് അന്വേഷിക്കാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ അതൊരു ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണല്ലോ ഏറ്റവും സുപ്രധാന തസ്തികകളിലിരിക്കുന്ന ഏറ്റവും ഉന്നത തലങ്ങളിലിരിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ഒരാശങ്കയും വേണ്ട, കൃത്യമായ നടപടി ഉണ്ടാവുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ വിശ്വാസം. മറ്റു വാർത്തകളിലേക്ക്, പ്രധാനമായും കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗം ശക്തമാകുമെന്ന മുന്നറിയിപ്പുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കോവിഡ് മൂന്നാം തരംഗം പ്രതിരോധിക്കാനായില്ലെങ്കിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 6 ലക്ഷം കടന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. പ്രതിദിനം 1 കോടി വാക്സിൻ ഡോസുകളെങ്കിലും രാജ്യത്ത് വിതരണം ചെയ്യണമെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ഇന്ത്യയിലെ പ്രതിദിന കോവിഡ് കേസുകൾ അടുത്ത മാസം 4 മുതൽ 5 ലക്ഷം വരെ ഉയരാമെന്ന് നീതി ആയോഗം കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് കഴിഞ്ഞ ദിവസം 37,593 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 11 ദിവസത്തിനിടെ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം 34,169 പേർ രോഗമുക്തി നേടിയതോടെ രാജ്യത്തെ രോഗമുക്തി നിരക്ക് 97.67%. 3,22,327 പേരാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. രാജ്യത്ത് 59,55,00,000 പേർ വാക്സിൻ സ്വീകരിച്ചു. കേരളത്തിൽ നിന്നുള്ളവർക്ക് കർണാടകയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഏർപ്പെടുത്താൻ വിദഗ്ധ സമിതി ശുപാർശ. ഇതനുസരിച്ച് സർക്കാർ കേന്ദ്രങ്ങളിൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. കേരളത്തിൽ നിന്ന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി എത്തുന്നവർ കർണാടകയിൽ പോസിറ്റീവ് ആകുന്നുവെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ശുപാർശ കർണാടക സർക്കാർ അംഗീകരിച്ചാൽ 7 ദിവസത്തിന് ശേഷം നെഗറ്റീവ് ഫലം വരുന്നതുവരെ സർക്കാർ കേന്ദ്രങ്ങളിൽ കേരളത്തിൽ നിന്ന് എത്തുന്നവർ തുടരേണ്ടി വരും. ദില്ലി പോലീസ് കമ്മീഷണർ രാകേഷ് അസ്താനയുടെ നിയമന വിഷയം 2 ആഴ്ചയ്ക്കുള്ളിൽ തീർപ്പാക്കാൻ സുപ്രീം കോടതി ദില്ലി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം സുപ്രീം കോടതി വിഷയം പരിഗണിക്കും. ചട്ടങ്ങൾ മറികടന്ന് അസ്താനയെ ദില്ലി പോലീസ് കമ്മീഷണറായി നിയമിച്ചെന്ന പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് കോടതി നിർദ്ദേശം. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നു ദില്ലിയിൽ നിന്നും. വിഷ്ണു, 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയം തീർപ്പാക്കണമെന്നാണ് സുപ്രീം കോടതി ദില്ലി ഹൈക്കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഹർജിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ്? സുപ്രീം കോടതി ഇന്ന് ഇത് ഒരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് നിരീക്ഷിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മനോജ്, ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് രാകേഷ് അസ്താനയെ ദില്ലി പോലീസ് കമ്മീഷണറായി നിയമിച്ചു എന്നതായിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഈ ഹർജിയിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് രാകേഷ് അസ്താന വിരമിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിൽ ദില്ലി പോലീസ് കമ്മീഷണറായിട്ട് ഒരു നിയമനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു നിയമനം നൽകുമ്പോൾ അത് സുപ്രീം കോടതി വിധിയുടെയും സർവീസ് ചട്ടങ്ങളുടെയും ലംഘനമാണ്. അതുകൊണ്ട് തന്നെ രാകേഷ് അസ്താനയെ ദില്ലി കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന ഒരു ആവശ്യമാണ് ഹർജിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് DGP തസ്തികയ്ക്ക് തുല്യമാണ് ദില്ലി പോലീസ് കമ്മീഷണർ പദവി. 6 മാസത്തിൽ താഴെയുള്ള ഉദ്യോഗസ്ഥനെ DGP നിയമിക്കരുതെന്ന പ്രകാശ് സിംഗ് കേസിലെ വിധി കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നു എന്നതാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച്
ദില്ലി ഹൈക്കോടതിക്ക് 2 ആഴ്ചക്കകം തീരുമാനമെടുക്കാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് രാകേഷ് അസ്താനയുടെ നിയമനത്തിൽ തീരുമാനം എടുക്കണം, 2 ആഴ്ചക്കകം തീരുമാനമെടുക്കണം എന്ന കർശന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്ന കാര്യം നോക്കിയതിനു ശേഷം ഹർജി വീണ്ടും പരിഗണിക്കാം എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മനു, ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്. തിരുവനന്തപുരം തിരുവല്ലത്തെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും 2ാം ദിവസവും പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധത്തെ തുടർന്ന് 2ാം ദിവസവും ടോൾ പിരിവ് നിർത്തി. 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ടോൾ ഒഴിവാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചെങ്കിലും അംഗീകരിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള 9 വില്ലേജുകളിലെ താമസക്കാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ബൈപ്പാസിന്റെ പണി തീരാതെ നടത്തുന്ന പിരിവ് തുടർന്നാൽ വരും ദിവസങ്ങളിലും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിൽ കേരളം നിയന്ത്രണം കടുപ്പിച്ചു. 72 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചതിന്റെ രേഖകളോ ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുന്നത്. അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂറും പരിശോധന തുടരാനാണ് തീരുമാനം. ഇടുക്കി ജില്ലയിലെ വിവിധ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കർശന പരിശോധനയാണ് നടത്തുന്നത്. കുമളി, കമ്പമെട്ട്, ബോഡിമെട്ട്, ചിന്നാർ ചെക്ക് പോസ്റ്റുകളിൽ രാവിലെ മുതൽ പോലീസ്, ആരോഗ്യം, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായി പരിശോധന തുടരുന്നുണ്ട്. പീരുമേട് തഹസിൽദാർ ജേഷ് സി ചെറിയാന്റെ നേതൃത്വത്തിലാണ് കുമളിയിലെ പരിശോധന. കേരളത്തിലെ കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കർശനമായ പരിശോധനയാണ് നിലവിൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെയാണ് നടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. രേഖകൾ ഇല്ലാത്തവരെ അതിർത്തിയിൽ നിന്ന് മടക്കി അയക്കും. ആശുപത്രി, ചരക്കുഗതാഗതം തുടങ്ങിയ അവശ്യ സർവീസുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂറും പരിശോധന തുടരാനാണ് തീരുമാനം. കാട്ടുപാത ഉൾപ്പെടെയുള്ള സമാന്തര പാതകളിലും പരിശോധന ഉറപ്പാക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തൃക്കാക്കര ചെയർപേഴ്സൺ പണക്കിഴി നൽകിയത് താൻ നേരിട്ട് കണ്ടുവെന്ന് കോൺഗ്രസ് കൗൺസിലർ VD സുരേഷ്. നേരത്തെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് ഭരണം കൈയാളുന്നതെന്നും സുരേഷിന്റെ ആരോപണം. കോൺഗ്രസ് അന്വേഷണ കമ്മീഷൻ ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രമേ വിവരശേഖരണം നടത്തിയിട്ടുള്ളൂവെന്നും കൗൺസിലർ സുരേഷ് പറഞ്ഞു. കോൺഗ്രസ് അങ്ങനെ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകെ വിളിച്ചിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പിന്നെ മറ്റേ ചെയർപേഴ്സൺ, ഇവരെയൊക്കെയാണ്. തീർച്ചയായിട്ടും ഞാൻ പണം കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി റൂമിലിരിക്കുമ്പോഴത്തേക്കും കുറച്ച് കൗൺസിലർമാർ ഒരു പുതിയതായിട്ട് വന്ന് അപ്പോൾ അവർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കണ്ടതാണത്, അവർ തിരിച്ചും കൊടുത്തു. ഞങ്ങൾ ഭരണം അട്ടിമറിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് ആ പക്ഷത്ത് നിൽക്കുന്നത്. പണക്കിഴി എനിക്ക് ബോധ്യമുണ്ട്, അത് അവർ വാങ്ങിയിട്ടുമുണ്ട്. വാങ്ങിയ ആൾക്കാർ ചെയർപേഴ്സന് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദം ഒരു പ്രാദേശിക വിഷയം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. ഏതായാലും കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഈ ചെയർപേഴ്സണെ വെള്ളപൂശുന്ന റിപ്പോർട്ടായിരുന്നു. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ടാണ് ഈ വിവാദങ്ങൾ ഉയർന്നു വന്ന എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നത്. പക്ഷേ അതിനെ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിനെ തകർക്കുന്ന ഒരു പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. അതുമാത്രമല്ല, തൃക്കാക്കര നഗരസഭയിൽ വിജിലൻസിന്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുകയുണ്ടായി. വിവരങ്ങൾ നൽകാനായി ശരത്ത് നെല്ലിയാടി കൊച്ചിയിൽ നിന്നും ചേരുന്നു. ശരത്ത്, തൃക്കാക്കരയിലെ വിഷയം ഒരു വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നഗരസഭാ അധ്യക്ഷനെ വെള്ളപൂശുന്നതായിരുന്നു. പക്ഷേ അതിനെ പൊളിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് കൗൺസിലറുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നത് നമ്മൾ കണ്ടു. ഒപ്പം ഇന്നവിടെ വിജിലൻസ് പരിശോധന നടന്നു പ്രതിപക്ഷത്തിന്റെ പരാതിയിൽ. സമഗ്രമായ വിവരങ്ങൾ. മനു, അതായത് തൃക്കാക്കര പണക്കിഴി വിവാദത്തിൽ നഗരസഭാ അധ്യക്ഷന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്നായിരുന്നു കോൺഗ്രസ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കാണ് ആരോപണത്തിന് പിന്നിലെന്നായിരുന്നു റിപ്പോർട്ടിലുള്ളത്. ചെയർപേഴ്സൺ പണക്കിഴി വിതരണം ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിനെ പാടെ തള്ളുന്ന നിലപാട് തന്നെയാണ് ഭരണകക്ഷി കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ VD സുരേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായി അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്നെ ചിലരിൽ നിന്ന് മാത്രമേ അന്വേഷണ കമ്മീഷൻ വിവരശേഖരണം നടത്തിയിട്ടുള്ളൂ. ഇത്തരത്തിൽ ഈ ഒരു ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ച താൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരിൽ നിന്ന് അന്വേഷണ കമ്മീഷൻ വിവരം ശേഖരിക്കുകയോ തന്നെ നേരിട്ട് വിളിക്കുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്തരത്തിൽ ചില വ്യക്തികളിൽ നിന്ന്, അതല്ലെങ്കിൽ ചില ആളുകളിൽ നിന്ന് മാത്രമേ കോൺഗ്രസ് അന്വേഷണ കമ്മീഷൻ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് VD സുരേഷ് പറയുന്നത്. അതേപോലെ തന്നെ നഗരസഭാ അധ്യക്ഷൻ പണക്കിഴി നൽകിയത് താൻ ഉൾപ്പെടെയുള്ള നിരവധി കൗൺസിലർമാർ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഒഴിവാക്കി തന്നെയാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. നിലവിൽ റിപ്പോർട്ടിന്റെ ഇത്തരത്തിൽ
കൗൺസിലർക്ക് ക്ഷമിക്കണം ചെയർപേഴ്സന് വെള്ളപൂശുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു കോൺഗ്രസ് അന്വേഷണ കമ്മീഷന്റേത്. എന്നാൽ ഈ റിപ്പോർട്ടിനെ പാടെ തള്ളുകയാണ്. ഇത്തരത്തിൽ ചെയർപേഴ്സൺ പണക്കിഴി നൽകിയെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഭരണകക്ഷി കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഒപ്പം ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങളും നഗരസഭയ്ക്ക് മുമ്പാകെ നടന്നിട്ടുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള വിവിധ യുവജന സംഘടനകളിലും പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും ഇത്തരത്തിൽ ഭരണം അവസാനിപ്പിക്കണമെന്നും UDF ഭരണം അവസാനിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പ്രതിഷേധ സമരത്തിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടത്. ഒപ്പം മറ്റൊരു കാര്യം, ഇത് സംബന്ധിച്ച് നേരത്തെ തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ നിരവധി വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അനധികൃത നിയമനം, ഒപ്പം ഭക്ഷ്യക്കിറ്റ് വിതരണം, ഒപ്പം കാന വൃത്തിയാക്കൽ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷ സംഘടനകൾ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സംഘവും ഇന്ന് നഗരസഭയിൽ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പ്രാഥമിക ഘട്ട വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് വിജിലൻസ് സംഘം നഗരസഭയിലെത്തിയത്. നഗരസഭയിലെത്തി വിജിലൻസ് 2 ഉദ്യോഗസ്ഥരായിരുന്നു വിജിലൻസിന്റെ നഗരസഭയിലെത്തിയത്. ഇത്തരത്തിൽ നഗരസഭയിലെത്തി വിവരശേഖരണം നടത്തിയ ശേഷം അവർ മടങ്ങിയിട്ടുണ്ട്. നിലവിൽ തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് എന്തായാലും വരുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, പട്ടിയെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നിരവധി വിവാദങ്ങൾ വീണ്ടും തുടരെ നഗരസഭയ്ക്ക് ഉണ്ടാവുകയാണ്. എന്തായാലും സംഭവത്തിൽ നഗരസഭ വെട്ടിലാവുന്ന സംഭവമാണ്. മാത്രമല്ല, ഈ നഗരസഭയുടെ നിലപാട് മൂലം കോൺഗ്രസ് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ശരി. ശരത് നെല്ലിയാടി കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഓണക്കാലത്തെ വ്യാപാരം സാമ്പത്തിക രംഗത്ത് ചെറുചലനം സൃഷ്ടിച്ചുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കോവിഡ് പ്രതിസന്ധിക്കിടെ ധനസ്ഥിതി ആശ്വാസം പകരുന്നതാണെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പറഞ്ഞു. വലിയ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചാണ് സംസ്ഥാന ഗവൺമെൻറ് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിച്ചത്. കോവിഡിൻ്റെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇപ്പോൾ ധനമന്ത്രി ഓണത്തിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരവസ്ഥ അതാണ് അറിയേണ്ടത്. ധനസ്ഥിതി എങ്ങനെ കൂടുതൽ മെച്ചപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഓണക്കാലത്തുള്ള ഒരു വ്യാപാര മേഖല തുറന്ന് ഒരു ഉണർവൊക്കെ വന്നിട്ടുണ്ട്. കോവിഡിൻ്റെ ഭീതി ഉണ്ടെങ്കിലും ധനമന്ത്രിക്ക് അതൊരു ആശ്വാസമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ചെറിയ ചലനങ്ങൾ, ഈ കടകമ്പോളങ്ങൾ തുറക്കുന്നതും കോവിഡിന് നിയന്ത്രണങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് സഹായകരമാണ്. ചെറിയ തോതിലേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ വ്യാവസായിക കാർഷിക മേഖലകളിലെല്ലാം ഈ പ്രതിസന്ധിയുണ്ട്. പ്രവാസികളുടെ യാത്രയിലും വരവിലും പ്രതിസന്ധിയുണ്ട്. മറ്റുൽപ്പന്നങ്ങൾ വരുന്നതിനും പ്രതിസന്ധിയുണ്ട്. എന്നാലും വലിയ തോതിൽ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ആ മേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ആ തരത്തിൽ ഒരു ചെറിയ ചലനം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ആത്മവിശ്വാസം തിരിച്ചു വരുന്നതിന് ഇത്തരം ഒരു നിലപാട് സഹായകരമാണ്. ഓണക്കാലത്ത് വ്യാപാര മേഖലയിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങളോടെയുള്ള ഇളവുകൾ ഒരു പരിധിവരെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തി. വ്യാപാര മേഖലയിൽ ഉണർവ് പകർന്നു. മാസങ്ങളോളം അടഞ്ഞുകിടന്ന കടകമ്പോളങ്ങൾക്ക് ജീവൻ വെച്ചു. ഇതിനോടൊപ്പം കോവിഡ് വ്യാപനം തടയാൻ ശക്തമായ നടപടികളും സർക്കാർ സ്വീകരിച്ചു. വസ്ത്ര, കെട്ടിട നിർമ്മാണ, സ്വർണ്ണ വ്യാപാര മേഖലയിലാണ് ചെറുചലനം സൃഷ്ടിച്ചത്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. സ്പോർട്സ് വാർത്തകൾ. DCC പ്രസിഡന്റുമാരുടെ പട്ടികയിൽ അനിശ്ചിതത്വം തുടരവേ കെ സുധാകരൻ ഹൈക്കമാൻഡുമായുള്ള നിർണായക കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി ഇപ്പോൾ വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, കൂടിക്കാഴ്ചകൾ നിരവധി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പട്ടിക അതേപടി അംഗീകരിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും ഭാഗത്ത് നിന്ന് വലിയ നിസ്സഹകരണവും പ്രതിഷേധവുമായിരിക്കും KPCC അധ്യക്ഷൻ നേരിടേണ്ടി വരിക. അത് പൊതുവെ ദുർബലമായ കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തെ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കും എന്നൊരു നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒക്കെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എന്താണിപ്പോൾ ദില്ലിയിൽ ഈ നിർണായക ചർച്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും മനു, പുതിയ അധ്യക്ഷ പട്ടിക പുറത്തു വരുന്നതോടുകൂടി വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയാകും കേരളത്തിൽ ഉണ്ടാവുക എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് കെ സുധാകരൻ KC വേണുഗോപാലുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലേക്ക് തന്നെ ഹൈക്കമാൻഡ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. നേരത്തെ നൽകിയ പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം, മറ്റ് സാമുദായിക മായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് പട്ടിക മാറ്റണം എന്നൊരാവശ്യം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് 7ഓളം ജില്ലകളിൽ ഇപ്പോഴുള്ള പേരുകൾ മാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊല്ലം, പാലക്കാട്, തൃശ്ശൂർ, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലായിരിക്കും മാറ്റം വരിക. അതിൽ തന്നെ വയനാട്, തൃശ്ശൂർ ജില്ലകളിൽ സ്ത്രീകളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് DCC അധ്യക്ഷന്മാരാക്കാനുള്ള ചില ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് തന്നെ ഒരു പട്ടിക 2-3 ദിവസത്തിനകം പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ഇതിനോടകം തന്നെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഹൈക്കമാൻഡിനോട് പരാതി അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച പട്ടികയല്ല ഹൈക്കമാൻഡിന് കെ സുധാകരൻ കൈമാറിയിരിക്കുന്നത്. ഗ്രൂപ്പുകളെ പൂർണ്ണമായി വെട്ടി നിരത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പിന്നീട് KPCC നേതൃത്വവുമായിട്ട് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും സഹകരിക്കില്ല എന്നൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ ഗ്രൂപ്പുകൾ ഇടങ്ങി നിൽക്കുന്നതുകൊണ്ട് അവരെ കൂടി അനുനയിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം വളരെയധികം താറുമാറായി കിടക്കുന്നു. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ പ്രതിസന്ധിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. പക്ഷേ അപ്പോഴും നിലവിലത്തെ ചർച്ചകളിൽ ഗ്രൂപ്പ് നേതാക്കളെ ഒഴിവാക്കി അവരുടെ നോമിനികളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ആളുകളെ, അതായത് സുധാകരന്റെയും KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും നോമിനികളെ തന്നെ വീണ്ടും ഇത്തരത്തിൽ അധ്യക്ഷ പദവികളിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ കെ സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, ശരി, വിഷ്ണുവാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അതേസമയം തന്നെ കോൺഗ്രസിലെ പ്രതിഷേധങ്ങൾ സൈബർ ഇടങ്ങളിലും പൊതു ഇടങ്ങളിലും തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പോസ്റ്റർ പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. എറണാകുളം DCC ഓഫീസിന് മുൻപിലാണ് ഈ പോസ്റ്ററുകൾ പതിച്ചത്. സതീശൻ അഭിനവ തുഗ്ലക്കാണെന്നാണ് പോസ്റ്ററുകളിൽ പറയുന്നത്. ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സതീശൻ വലിയ ഗ്രൂപ്പ് കളികളാണ് നടത്തുന്നത്. മുതിർന്ന നേതാക്കളെയെല്ലാം പ്രതിപക്ഷ നേതാവ് അവഗണിച്ചെന്നും ഈ പോസ്റ്ററുകളിൽ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു. DCC അധ്യക്ഷ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ സതീശൻ ഒതുക്കിയെന്നും ഗ്രൂപ്പില്ലെന്ന് കള്ളം പറഞ്ഞ് പുതിയ ഗ്രൂപ്പുണ്ടാക്കുന്ന സതീശനെ തിരിച്ചറിയണമെന്നും പോസ്റ്ററിലുണ്ട്. രക്ഷകന്റെ മുഖംമൂടിയണിഞ്ഞെത്തിയ സതീശൻ പുതിയ ഗ്രൂപ്പുണ്ടാക്കി കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ്. സതീശനെ അഭിനവ തുഗ്ലക് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്റർ. ജില്ലയിൽ കോൺഗ്രസ് സീറ്റുകൾ നഷ്ടപ്പെട്ടാലും തൻ്റെ ഗ്രൂപ്പുകാരൻ തന്നെ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ആകണമെന്നുള്ള പിടിവാശി സതീശൻ അവസാനിപ്പിക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നുണ്ട്. എറണാകുളം DCC ഓഫീസിൻ്റെ മതിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് പോസ്റ്ററുകൾ. ജില്ലയിൽ VD സതീശൻ്റെ അടുപ്പക്കാരനായ മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് ആയേക്കുമെന്ന് സൂചന പുറത്തുവരുന്നതിനിടയിലാണ് പോസ്റ്റർ പ്രതിഷേധം. കൈരളി ന്യൂസ്, കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് കണ്ടത് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു തരത്തിലും സർക്കാർ ഇടപെടില്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. തെറ്റായി ഇടപെട്ടത് ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും വനമന്ത്രി പറഞ്ഞു. മാത്രമല്ല, വനം വകുപ്പിന്റെ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയതായും മന്ത്രി പറഞ്ഞു. ആരൊക്കെയാണ് ഈ പ്രശ്നത്തിൽ തെറ്റായ രീതിയിൽ ഇടപെട്ടിട്ടുള്ളത്, അതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന ശുപാർശക്കനുസരിച്ചാണ് ഞങ്ങൾ ഓരോ നടപടിയും സ്വീകരിക്കുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ അങ്ങോട്ട് ഇടപെടുന്ന ഒരു പ്രശ്നം മരമുറിയുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസ് വകുപ്പ് മാത്രം അന്വേഷിച്ചാൽ പോരാന്ന് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം ഇതിൽ ക്രിമിനൽ കുറ്റങ്ങൾ സൂചിപ്പിച്ചതുപോലെ ക്രിമിനൽ കുറ്റമുണ്ട്, ഗൂഢാലയുണ്ട് എന്നൊക്കെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ വനം വകുപ്പിന് അന്വേഷിക്കാൻ പറ്റില്ല, ക്രൈംബ്രാഞ്ചിനും വിജിലൻസിനും മാത്രമേ അത് അന്വേഷിക്കാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ അതൊരു ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണല്ലോ ഏറ്റവും സുപ്രധാന തസ്തികകളിലിരിക്കുന്ന ഏറ്റവും ഉന്നത തലങ്ങളിലിരിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിൽ ഒരാശങ്കയും വേണ്ട, കൃത്യമായ നടപടി ഉണ്ടാവുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ വിശ്വാസം. കുണ്ടറ പരാതിയിൽ മന്ത്രി AK ശശീന്ദ്രനെതിരെ കേസെടുക്കാനാകില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. പീഡന പരാതി പിൻവലിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല. വിഷയം നല്ല രീതിയിൽ പരിഹരിക്കണമെന്നാണ് എന്ന് മാത്രമാണ് മന്ത്രി പറഞ്ഞത്. വിവരങ്ങൾ നൽകാനായി ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്തുനിന്ന് ചേരുന്നു. രാജ്കുമാർ, മന്ത്രി AK ശശീന്ദ്രനെതിരെ ഈ വിഷയത്തിൽ കേസെടുക്കാനാകില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട് പറയുന്നത്. പോലീസ് റിപ്പോർട്ടിൽ കേസെടുക്കാനാകില്ല എന്നതിന്റെ കാരണങ്ങളായി നിർത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ മനു സൂചിപ്പിച്ചു തന്നെ പ്രധാനപ്പെട്ട സംഭവം രണ്ട് കാര്യങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, നിഘണ്ടു അനുസരിച്ച് രാവിലെ ഈ സംഭാഷണ ശകലം രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന മന്ത്രി ഇരയുടെ പിതാവുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണത്തിൽ ഒരിടത്ത് പോലും ഒത്തുതീർപ്പാക്കണമെന്നോ അല്ലെങ്കിൽ ഭീഷണി സ്വരത്തിലോ ഇരയെ അപമാനിക്കുന്ന തരത്തിലോ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലോ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് പോലും അതിനകത്ത് എവിടെയും ഭീഷണിയോ അല്ലെങ്കിൽ സ്വാധീനിക്കാനോ ശ്രമിക്കുന്നതായി യാതൊന്നുമില്ല. നല്ല നിലയിൽ തീർക്കണമെന്ന് പറയുന്നത് നല്ല നിലയിൽ അത് പര്യവസാനിക്കാനുമാണ്. എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിയെ പ്രഥമ ദൃഷ്ട്യാ തന്നെ മന്ത്രി ഇതിൽ തെറ്റുകാരനല്ല, അല്ലെങ്കിൽ ആ നിലയിൽ പരാതിക്കാരൻ ഉന്നയിച്ച പോലുള്ള ആരോപണങ്ങൾ ഇതിൽ അത് പ്രകാരം കേസെടുക്കാനുള്ള യാതൊരു തെളിവുകളും ഇതിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശാസ്താംകോട്ട DYSP
രാജ്കുമാർ പുരുഷോത്തമൻ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ 4 പേജുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ വളരെ വിശദമായി തന്നെ സംഭവം നടന്ന ആ നാൾവഴികൾ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ മൊഴിയും ഇരയുടെയും പിതാവിന്റെ ഉൾപ്പെടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓണക്കാലത്തെ വ്യാപാരം സാമ്പത്തിക രംഗത്ത് ചെറുചലനം സൃഷ്ടിച്ചുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കോവിഡ് പ്രതിസന്ധിക്കിടെ ധനസ്ഥിതി ആശ്വാസം പകരുന്നതാണെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പറഞ്ഞു. വലിയ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിച്ചത്. കോവിഡിന്റെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇപ്പോൾ ധനമന്ത്രി ഓണത്തിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരവസ്ഥ അതാണ് അറിയണം. ധനസ്ഥിതി എങ്ങനെ കൂടുതൽ മെച്ചപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഓണക്കാലത്തുള്ള ഒരു വ്യാപാര മേഖല തുറന്ന് ഒരു ഉണർവൊക്കെ വന്നിട്ടുണ്ട്. കോവിഡിന്റെ ഭീതി ഉണ്ടെങ്കിലും ധനമന്ത്രിക്ക് അതൊരു ആശ്വാസമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ചെറിയ ചലനങ്ങൾ ഈ കടകമ്പോളങ്ങൾ തുറക്കുന്നതും കോവിഡിന് നിയന്ത്രണങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് സഹായകരമാണ്. ചെറിയ തോതിലേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ വ്യാവസായിക കാർഷിക മേഖലകളിലെല്ലാം ഈ പ്രതിസന്ധിയുണ്ട്. പ്രവാസികളുടെ യാത്രയിലും വരവിലും പ്രതിസന്ധിയുണ്ട്. മറ്റുൽപ്പന്നങ്ങൾ വരുന്നതിനും പ്രതിസന്ധിയുണ്ട്. എന്നാലും വലിയ തോതിൽ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ആ മേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ആ തരത്തിൽ ഒരു ചെറിയ ചലനം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ആത്മവിശ്വാസം തിരിച്ചു വരുന്നതിന് ഇത്തരം ഒരു നിലപാട് സഹായകരമാണ്. ഓണക്കാലത്ത് വ്യാപാര മേഖലയിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങളോടെയുള്ള ഇളവുകൾ ഒരു പരിധിവരെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തി. വ്യാപാര മേഖലയിൽ ഉണർവ് പകർന്നു. മാസങ്ങളോളം അടഞ്ഞുകിടന്ന കടകമ്പോളങ്ങൾക്ക് ജീവൻ വെച്ചു. ഇതിനോടൊപ്പം കോവിഡ് വ്യാപനം തടയാൻ ശക്തമായ നടപടികളും സർക്കാർ സ്വീകരിച്ചു. വസ്ത്ര, കെട്ടിട നിർമ്മാണ, സ്വർണ്ണ വ്യാപാര മേഖലയിലാണ് ചെറുചലനം സൃഷ്ടിച്ചത്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. കൊച്ചി കാക്കനാട് ഫ്ളാറ്റിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ എക്സൈസ് അന്വേഷണ സംഘത്തെ മാറ്റി. അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പുതിയ സംഘം ഇനി കേസ് അന്വേഷിക്കും. അട്ടിമറി ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയ 2 പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്നതായിരുന്നു ആരോപണം. ഫ്ളാറ്റിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടുമ്പോൾ 7 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നുവെന്നും അതിൽ 2 പേരെ ഒഴിവാക്കിയെന്നുമാണ് ആരോപണം. ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പ്രതികളെ എക്സൈസ് വിഭാഗം ഒഴിവാക്കി കേസ് അട്ടിമറിച്ചു എന്ന ആരോപണത്തിൽ വിശദമായ അന്വേഷണമാണ് ആരംഭിക്കുന്നത്. ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയ ഒരു മാൻകൊമ്പ്, ഒരു മൊബൈൽ ഫോൺ, 4 മുന്തിയ ഇനം നായ്ക്കൾ, പണം എന്നിവ മഹസറിൽ ഉൾപ്പെടുത്തിയില്ലെന്നും ആരോപണമുണ്ട്. കേസ് അട്ടിമറിക്കാൻ ചില എക്സൈസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നതിൽ അന്വേഷണം ആവശ്യമാണെന്ന നിഗമനത്തിലാണ് പുതിയ സംഘത്തെ നിയോഗിച്ചത്. അഡീഷണൽ എക്സൈസ് കമ്മീഷണർ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. പ്രധാന കേസും അട്ടിമറി ആരോപണവും സംഘം അന്വേഷിക്കും. എക്സൈസിലെ ക്രൈംബ്രാഞ്ച് വിഭാഗവും അട്ടിമറി ആരോപണത്തിൽ സമാന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ എക്സൈസിന് വിവരം കൈമാറിയ 2 പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുക മാത്രമാണ് ചെയ്തതെന്നും അട്ടിമറി ഇല്ലെന്നുമാണ് നിലവിലുള്ള അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. കൈരളി ന്യൂസ്, കൊച്ചി. വിശദമായ വാർത്തകളിലേക്ക് വളരെ വേഗം തിരികെ വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ക്രിസ്ത്യൻ നാടാർ സംവരണം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കി. സംവരണ വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടി അധികാരം നൽകി കേന്ദ്ര സർക്കാർ നിയമഭേദഗതി വരുത്തിയ വിവരം സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് അപ്പീൽ തീർപ്പാക്കിയത്. കേസ് പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ സർക്കാരിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. വിവരങ്ങൾ നൽകാനായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, അതായത് ഈ ക്രിസ്ത്യൻ നാടാർ വിഭാഗം വളരെ കാലമായി ആവശ്യപ്പെടുന്നൊരു വിഷയമായിരുന്നു ഈ സംവരണം എന്നത്. അതിലാണ് സർക്കാർ ഒരു അനുകൂല നിലപാടെടുക്കുന്നത്, ആ സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തത്. പിന്നീട് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും സ്റ്റേ വരികയുമായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ ഈ വിഷയത്തിൽ ഈ സംവരണ ആനുകൂല്യം നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ട് തീരുമാനം വരികയുണ്ടായി. ബില്ല് പാസ്സാക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ തീർപ്പാക്കിയിരിക്കുന്നത്. അപ്പീൽ തീർപ്പാക്കിക്കൊണ്ട് നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഈ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ സംവരണ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് കൂടി നൽകിക്കൊണ്ട് പാർലമെന്റ് അടുത്തിടെ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. അപ്പോഴാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അക്കാര്യം ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സിംഗിൾ ബെഞ്ചിനെ തന്നെ അറിയിക്കുക. ആ സിംഗിൾ ബെഞ്ച് ഈ സർക്കാരിന്റെ ഈ വാദം കൂടി കേൾക്കുക. ഇപ്പോൾ ഇടക്കാല ഉത്തരവ് മാത്രമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇടക്കാല ഉത്തരവിൽ ഇടപെടുന്നില്ല. അന്തിമ ഉത്തരവ് വരുന്നതിന് മുമ്പ് സർക്കാരിന്റെ ഈ വിശദീകരണം, ഈ നിലപാട് കൂടി കേട്ടതിന് ശേഷം മാത്രം സിംഗിൾ ബെഞ്ച് അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുക. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദങ്ങൾ, ആ വാദഗതി ഇനി വിശദമായ വാദത്തിലേക്ക് കടക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് പരിഗണിക്കട്ടെ എന്നാണ് കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു സംശയം,
സിംഗിൾ ബെഞ്ച് ഏർപ്പെടുത്തിയ സ്റ്റേ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വിശദമായ വാദത്തിലേക്ക് കടക്കുമ്പോൾ ഈ പാർലമെന്റ് ഇപ്പോൾ പാസ്സാക്കിയ നിയമമടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് ചൂണ്ടിക്കാണിക്കുകയും മറ്റു നടപടികളിലേക്ക് പോവുകയും ചെയ്യാം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? മനു, തീർച്ചയായും. അതായത് സിംഗിൾ ബെഞ്ച് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ആ സ്റ്റേ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറായിട്ടില്ല. ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്, ഈ സ്റ്റേ മാറ്റണം എന്നുള്ളത്. പക്ഷേ അതിലേക്ക് കോടതി കടന്നില്ല. കാരണം ഇത് വെറും ഇടക്കാല ഉത്തരവാണ്. ഇടക്കാല ഉത്തരവിലേക്ക് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇടപെടുന്ന കാര്യമില്ല. ഇതിൽ വിശദമായ വാദം കേട്ട് ഉടൻ തന്നെ കോടതി, സിംഗിൾ ബെഞ്ച് ഇതിൽ വിധി പറയും. അപ്പോൾ എന്താണ് സർക്കാരിന് പറയാനുള്ളത്? ഇപ്പോൾ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനങ്ങൾക്ക് കൂടി അധികാരം നൽകിക്കൊണ്ട് പാർലമെന്റ് പാസാക്കിയ ആ നിയമം, അത് സംസ്ഥാനങ്ങൾക്ക് ഇതിന് അധികാരം നൽകുന്നുണ്ട് എന്നാണ് സ്റ്റേറ്റിന്റെ വാദം, സംസ്ഥാന സർക്കാരിന്റെ വാദം. അപ്പൊ സംസ്ഥാന സർക്കാർ ആ വാദം സിംഗിൾ ബെഞ്ചിന്റെ മുമ്പാകെ ഉന്നയിക്കുക. ആ വാദവും കൂടി കേട്ട ശേഷം സിംഗിൾ ബെഞ്ച് ഒരു അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ സ്റ്റേ ഇല്ല എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ സർക്കാരിന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവല്ല കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഹർജി തീർപ്പാക്കുകയാണ് ഉണ്ടായത്. തീർപ്പാക്കിയിട്ട് അതിന്റെ തീരുമാനമെടുക്കാൻ ഈ കേസ് പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിനോട് തന്നെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്, ഇനി പ്രധാനമായും കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. രാജ്യത്ത് കോവിഡ് 3ാം തരംഗം ശക്തമാകുമെന്ന മുന്നറിയിപ്പുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കോവിഡ് 3ാം തരംഗം പ്രതിരോധിക്കാനായില്ലെങ്കിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 6 ലക്ഷം കടന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. പ്രതിദിനം 1 കോടി വാക്സിൻ ഡോസുകളെങ്കിലും രാജ്യത്ത് വിതരണം ചെയ്യണമെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ഇന്ത്യയിലെ പ്രതിദിന കോവിഡ് കേസുകൾ അടുത്ത മാസം 4 മുതൽ 5 ലക്ഷം വരെ ഉയരാമെന്ന് നീതി ആയോഗും കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് കഴിഞ്ഞ ദിവസം 37,593 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 11 ദിവസത്തിനിടെ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം 34,169 പേർ രോഗമുക്തി നേടിയതോടെ രാജ്യത്തെ രോഗമുക്തി നിരക്ക് 97.67%. 3,20,327 പേരാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. രാജ്യത്ത് 59,55,00,000 പേർ ഇതുവരെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. കേരളത്തിൽ നിന്നുള്ളവർക്ക് കർണാടകയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഏർപ്പെടുത്താൻ വിദഗ്ധ സമിതി ശുപാർശ. ഇതനുസരിച്ച് സർക്കാർ കേന്ദ്രങ്ങളിൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. കേരളത്തിൽ നിന്ന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി എത്തുന്നവർ കർണാടകയിൽ പോസിറ്റീവ് ആകുന്നുവെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ശുപാർശ കർണാടക സർക്കാർ അംഗീകരിച്ചാൽ 7 ദിവസത്തിന് ശേഷം നെഗറ്റീവ് ഫലം വരുന്നതുവരെ സർക്കാർ കേന്ദ്രങ്ങളിൽ തുടരേണ്ടി വരും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിൽ കേരളം നിയന്ത്രണം ഘടിപ്പിച്ചു. 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചതിന്റെ രേഖകളോ ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുന്നത്. അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂറും പരിശോധന തുടരാനാണ് തീരുമാനം. കർശന പരിശോധനയാണ് നടത്തുന്നത്. കുമളി, കമ്പമെട്ട്, ബോഡിമെട്ട്, ചിന്നാർ ചെക്ക് പോസ്റ്റുകളിൽ രാവിലെ മുതൽ പോലീസ്, ആരോഗ്യം, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായി പരിശോധന തുടരുന്നുണ്ട്. പീരുമേട് തഹസിൽദാർ ജേഷ് സി ചെറിയാന്റെ നേതൃത്വത്തിലാണ് കുമളിയിലെ പരിശോധന. കേരളത്തിലെ കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കർശനമായ പരിശോധനയാണ് നിലവിൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെയാണ് നടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. രേഖകൾ ഇല്ലാത്തവരെ അതിർത്തിയിൽ നിന്ന് മടക്കി അയക്കും. ആശുപത്രി, ചരക്കുഗതാഗതം തുടങ്ങിയ അവശ്യ സർവീസുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂറും പരിശോധന തുടരാനാണ് തീരുമാനം. കാട്ടുപാത ഉൾപ്പെടെയുള്ള സമാന്തര പാതകളിലും പരിശോധന ഉറപ്പാക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി. തിരുവനന്തപുരം തിരുവല്ലത്തെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസും 2ാം ദിവസവും പ്രതിഷേധവുമായി എത്തി. പ്രതിഷേധത്തെ തുടർന്ന് 2ാം ദിവസവും ടോൾ പിരിവ് നിർത്തി. 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ടോൾ ഒഴിവാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചെങ്കിലും അംഗീകരിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള 9 വില്ലേജുകളിലെ താമസക്കാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അവസരം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ബൈപ്പാസിന്റെ പണി തീരാതെ നടത്തുന്ന പിരിവ് തുടർന്നാൽ വരും ദിവസങ്ങളിലും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു.